നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അയ്യോ, ഇത് പ്രതാപവർമ്മ സാറിന്റെ മകള് ഋതിക വർമ്മയല്ലേ? ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഇരിക്കാൻ ഞാൻ കസേര എടുപ്പിക്കാം. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. അവർക്ക് നിന്ന് നല്ല ശീലമാ. മോളെ, ഇത് തന്നെയല്ലേ അഡ്രസ് പറഞ്ഞത്? ആ, ഇതാ സ്ഥലം രാധമേ. അല്ല മോളെ, ദേ അംബിക മാഡം. അമ്മായി എന്താ ഇവിടെ? ആ, ഇനി നോട്ടീസ് കണ്ടിട്ടേ നമ്മളെ പോലെ പാചക മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നതാണോ? അല്ല, കൂടെ ഒരു പെങ്കൊച്ചും കൂടെ ഉണ്ടല്ലോ. ബന്ധുക്കള് വല്ലതാണോ മോളെ? ഏയ്, ഇങ്ങനൊരാളെ ഞാൻ മുൻപ് കണ്ടിട്ടില്ല രാധമേ. ഋതിക മോളൊന്ന് നിന്നേ. എന്താ, കുക്കിംഗ് കോമ്പറ്റീഷനിൽ ചേർന്ന് 1ാം സമ്മാനം നേടിയെടുത്ത് രാജുവിന്റെ കടം തീർക്കാമെന്ന് കരുതിയാണോ രണ്ടാളും കൂടി വന്നത്? ആര് ഫസ്റ്റ് പ്രൈസ് വാങ്ങുമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ അമ്മായി. എന്നാലും ഒന്ന് പൊരുതി നോക്കാന്ന് ഞാൻ കരുതി. ഞാൻ മത്സരത്തിൽ പങ്കെടുക്കുന്നതില് അമ്മായിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എനിക്കെന്ത് ബുദ്ധിമുട്ട്? എന്തായാലും നിന്റെ ഉത്സാഹം ഞാനേ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ധൈര്യമായിട്ട് മത്സരിക്ക്. അല്ല, അതെന്താ അമ്മായി കളിയാക്കുന്ന പോലെ സംസാരിക്കുന്ന? എടി, ഇത് വീട്ടിൽ പെണ്ണുങ്ങളെ അവിയലും തോരനും സാമ്പാറും ഉണ്ടാക്കുന്നത് പോലെയൊന്നും അല്ല. ഇത് ഐറ്റം വേറെയാ. ഇതേ കഴിവുള്ളവർക്കുള്ള മത്സരമാ. അപ്പോ അമ്മായി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് തന്നെയാ സംസാരിക്കുന്നത്? അതെ, ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാ സംസാരിക്കുന്നത്. ഇത് ഞാനും നീയൊന്നും കൂട്ടിയാ കൂടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ കുക്കിംഗ് കോമ്പറ്റീഷനെ കുറിച്ച് നന്നായിട്ട് അറിയാന്നുള്ള ഒരാള് എന്റെ കൂടെ ഉണ്ട്. ദേ, ഇത് ശില്പ, എന്റെ കൂട്ടുകാരിയുടെ മകളാ. ഹോട്ടൽ മാനേജ്മെന്റിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ. ഇവളെ കൊത്തിക്കൊണ്ടു പോകാനേ വലിയ വൻകിട ഹോട്ടലുകാര് കാത്തിരിക്കുക. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, അങ്ങ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ അവക്ക് ക്ഷണമുണ്ട്. പക്ഷേ 2 മാസം മുൻപ് അവളുടെ വിവാഹം കഴിഞ്ഞു. ഇനി ഉടനെ ന്യൂസിലാൻഡിലേക്ക് പോണം. ആ ഒരു ഗ്യാപ്പിലാ മോളെ എനിക്ക് കിട്ടിയത്. എന്റെ ഭാഗ്യം എന്നല്ലാതെ എന്തു പറയാനാ ഞാൻ. അതുകൊണ്ട് ഋതിക മോള് വെറുതെ നാണം കെടാൻ നിക്കണ്ട. അംബിക മാഡം വെറുതെ എന്തിനാ ഋതിക മോളുടെ മനസ്സ് വിഷമിപ്പിക്കുന്നത്? ഫസ്റ്റ് പ്രൈസ് നിങ്ങൾ തന്നെ കൊണ്ടുപോയിക്കോളൂ. ഞങ്ങൾക്ക് ഒരു പരാതിയും പരിഭവവും ഇല്ല. രാധമ്മ ഇതിൽ ഇടപെടണ്ട. ഇതേ ഞങ്ങള് തമ്മിലുള്ള പ്രശ്നമാ. അത് ഞങ്ങള് തമ്മിൽ തീർത്തോളാം. രാധമേ, ഇവിടെ നടക്കുന്ന കുക്കിംഗ് കോമ്പറ്റീഷനില് ഹോട്ടൽ മാനേജ്മെന്റ് പാസ്സാകണമെന്ന നിബന്ധനയൊന്നും ഇല്ല. താല്പര്യമുള്ള ആർക്കും പങ്കെടുക്കാം. അതുകൊണ്ട് അമ്മായി പറയുന്നതും കേട്ട് രാധമ്മ പേടിക്കണ്ട. രാധമ്മ എന്നെ നന്നായിട്ട് കുക്കിംഗ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. എനിക്ക് അത് മതി. എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. എടി, നിനക്കിതൊരു പ്രശ്നമല്ലായിരിക്കും. ഇതേ നാട് മുഴുവൻ അറിയപ്പെടുന്ന ഒരു മത്സരമാ. നീ തോറ്റു തുന്നം പാടിയ പ്രതാപന് പുറത്തിറങ്ങി നടക്കണ്ടേ? നിന്നെ കാരണം അവൻ ഒരുപാട് നാണം കെട്ടിട്ടുണ്ട്. ഇനിയെങ്കിലും അവന് മനസമാധാനം കൊടുക്ക്. അതിന് ഞാൻ ഈ മത്സരത്തിൽ തോറ്റാലല്ലേ എന്റെ അച്ഛൻ നാണം കിടേണ്ടതുള്ളൂ. എന്നാ അമ്മായി നോക്കിക്കോ. അമ്മായി ഇമ്പോർട്ട് ചെയ്ത ഈ ഹോട്ടൽ മാനേജ്മെന്റ് കാര്യമാണോ ഈ ഋതികയാണോ ഈ മത്സരത്തിൽ ജയിക്കുന്നതെന്ന് നമുക്ക് കാണാം. രാധമേ, വാ. കഷ്ടം. കുടുംബത്തെ നാണം കെടുത്താൻ വേണ്ടി മാത്രം ഒരു ജന്മം. മോളിതൊന്നും കേട്ട് പേടിക്കണ്ട. വീട്ടിലെ കിച്ചൻ പോലും നേരെ കണ്ടിട്ടില്ലാത്തവളാ പാചകത്തിന് 1ാം സമ്മാനം വാങ്ങാൻ പോകുന്നെ. മോള് വാ. ഇതാരാ? അംബിക മേഡം. വരണം, ഇരിക്കണം. ശില്പ ഇരിക്കെ. ഇരിക്കു ശില്പേ. കോമ്പറ്റീഷനുള്ള ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യാൻ വന്നതായിരിക്കും അല്ലേ? അതെ. വാരാതമേ. അയ്യോ, ഇത് പ്രതാപവർമ്മ സാറിന്റെ മകള് ഋതിക വർമ്മയല്ലേ? ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഇരിക്കാൻ ഞാൻ കസേര എടുപ്പിക്കാം. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. അവർക്ക് നിന്ന് നല്ല ശീലമാ. കൂടെയുള്ള ഈ സ്ത്രീ ആര്? മനസ്സിലായില്ല.
ഇത്രയും പ്രായമുള്ള ഒരാളെ അസിസ്റ്റന്റായി വെക്കേണ്ട കാര്യമില്ലല്ലോ. ജോലിക്കാരിയായിരിക്കും അല്ലേ? ഇതെന്റെ ഭർത്താവിന്റെ അമ്മയാ, രാധമ്മ. നിലവിലെ രാധമ്മ ജോലിക്കൊന്നും പോകുന്നില്ല. പോകുന്നുണ്ടായിരുന്നെങ്കിൽ ഒരു ജോലിക്കാരിയാണ് രാധമ്മ എന്ന് ഞാൻ പറഞ്ഞേനെ. രാധമ്മ ജോലിക്കാരിയാണോന്ന് ചോദിച്ചപ്പോ അമ്മായി എന്തിനാ ചിരിച്ചത്? വീട്ടുജോലിയും കൂലിപ്പണി എടുക്കുന്നവര് മാത്രമല്ല, സ്വന്തമായി ബിസിനസ്സോ സംരംഭമോ ചെയ്യുന്ന എല്ലാവരും ജോലിക്കാരാ. ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഡോക്ടർമാർ, ഗവൺമെന്റിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ എന്ന് തുടങ്ങി വലിയ വലിയ പ്രതിഫലം വാങ്ങി സിനിമയിൽ അഭിനയിക്കുന്ന സൂപ്പർ സ്റ്റാർ വരെ കാശ് വാങ്ങിയിട്ട് അവരുടെ ജോലി ചെയ്യുന്നത്. ഉത്തരവാദിത്തത്തോടെയും സത്യസന്ധതയോടെയും ജോലി ചെയ്യുന്ന അവര് അവരുടെ ജോലി എന്താണെന്ന് പറയാനോ അവര് ജോലിക്കാരാണെന്ന് പറയാനോ യാതൊരു മടിയും കാണിക്കുന്നില്ല. മനസ്സിൽ വിഷമമുള്ള ചിലര് ജോലിയുടെ അടിസ്ഥാനത്തിൽ വരെ മനുഷ്യരെ തരം തിരിക്കുന്നു. എല്ലാവരും ശ്വസിക്കുന്ന വായു ഒന്ന്, ശരീരത്തിലോടുന്ന രക്തവും ഒന്ന്. പക്ഷെ എന്ത് ചെയ്യാം, ബുദ്ധിശൂന്യരിങ്ങനെ സ്വയം സന്തോഷിച്ചുകൊണ്ടേയിരിക്കും. കുട്ടി ഇവിടേക്ക് വന്നത് കുക്കിംഗ് കോമ്പറ്റീഷനിൽ ആപ്ലിക്കേഷൻ തരാനോ അതോ എന്നെ ഉപദേശിക്കാനോ? മനസ്സിൽ കാപ്പട്ടി ഇല്ലാത്തവർക്ക് ആരെങ്കിലും എന്തിനെ കുറിച്ചെങ്കിലും സംസാരിച്ച വിഷയം നല്ലതാണെന്നോ ചീത്തയാണെന്നോ തോന്നും. കാപട്യമുള്ളവർക്ക് പറഞ്ഞത് തന്നെയാണെന്ന് തോന്നും. ഞാൻ പറഞ്ഞത് സെക്രട്ടറി മാഡത്തിന് ഫീൽ ചെയ്തോ? ഏയ്, എനിക്കങ്ങനെ ഫീൽ ആവത്തൊന്നുമില്ല. ഞാൻ മനസ്സിൽ കപടമില്ലാത്ത ആളാ അല്ലേ അംബിക മാഡം? ആപ്ലിക്കേഷൻ എടുത്ത് അവക്ക് കൊടുത്തിട്ട് സൈൻ ചെയ്യിക്ക്. എന്തിനാ വെറുതെ സമയം കളയുന്നേ? അയ്യോ, എനിക്കൊരു ധൃതിയില്ല അമ്മായി. അമ്മായി കൊണ്ടുവന്നിരിക്കുന്ന ഷെഫിനെ ആദ്യം സൈൻ ചെയ്യിപ്പിച്ചോ. അതെ, ആദ്യം വന്നത് അംബിക മേഡം ആണല്ലോ. ഋതികേ, ഞാൻ നിന്നോട് അവസാനമായിട്ട് ചോദിക്കാം, വെറുതെ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് നാണം കെടാൻ നിക്കണോ? അല്ല, മോള് മത്സരത്തിൽ ജയിക്കുമെന്ന് അംബിക മേഡത്തിന് ഒരു പേടിയുണ്ടെന്ന് തോന്നുന്നു. വാട്ട് എ നോൺസെൻസ്. ഞാനുള്ളപ്പോ ഇവള് ജയിക്കാനോ? പിന്നെന്തിനാ നിങ്ങള് ഋതിക മോളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നത്? തോൽക്കാൻ ഞങ്ങൾക്ക് ഭയമില്ല മോളെ. നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ നിങ്ങൾ മത്സരത്തിൽ നിന്ന് പിന്മാറിക്കോ. മോള് മത്സരിക്കുക തന്നെ ചെയ്യും. Give me the application. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.